ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ ഈ ക്വസ്റ്റ്യൻ PDF നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഈ 3 സബ്ജക്റ്റിൻ്റെ EVS, വേൾഡ് ഹിസ്റ്ററി, സോഷ്യോളജി, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നീ 3 പേപ്പറുകളുടെ മലയാളം നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്, പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ നോട്ട്സും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരിക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആൻസറുകൾ വൺ വേർഡിൻ്റെ ആൻസർ കംപ്ലീറ്റ് ഉണ്ടാവും. 2 മാർക്ക് 4 മാർക്ക് essay ക്വസ്റ്റ്യൻസൊക്കെ നോട്ട്സിൽ എവിടെയാണ് അത് വരുന്നത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ അസോസിയേഷൻ കംപ്രൈസിങ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റസ്, സേഫ്റ്റി പ്രൊഫഷണൽസ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ടു പ്രൊമോട്ട് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. തൊഴിൽപരമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വിദഗ്ധരെ, വ്യാവസായിക ശുചിത്വ വിദഗ്ധരെ, സുരക്ഷാ പ്രൊഫഷണലുകൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സമൂഹത്തിൻ്റെ പേര് നൽകുക എന്നാണ് ആൻസർ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, IAOH എന്ന ഷോർട്ട് ഫോമിൽ അത് എഴുതാം. ആൻസർ ശരിയാവും കേട്ടോ, IAOH. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, അത് യൂണിറ്റിൽ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നെയിം ഓഫ് ദ WHO കൊളാബറേറ്റീവ് ആൻഡ് റെഫറൻസ് സെൻറ്റർ ഫോർ ഒക്യുപ്പേഷണൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത്, ഇന്ത്യ. ഇന്ത്യയിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിതമായ ഒരു ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ തൊഴിൽപരമായ ആരോഗ്യത്തിനായുള്ള WHO സഹകരണ റഫറൻസ് കേന്ദ്രത്തിൻ്റെ പേര് നൽകാമോ എന്നാണ്, അല്ലെങ്കിൽ പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, NIOH എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. മൂന്നാമത്തത്, ക്രിപ്ലിംഗ് ഡിസീസ് റിസൾട്ടിംഗ് ഫ്രം ഡിപ്പോസിഷൻ ഓഫ് ഫ്ലൂറൈഡ്സ് ഇൻ ദ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസ് ഓഫ് ബോഡി ഈസ്. ശരീരത്തിലെ കഠിനവും മൃദുവായതുമായ ടിഷ്യൂകളിൽ ഫ്ലൂറൈഡ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു വികല രോഗമാണ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്. ആൻസർ ഫ്ലൂറോസിസ് ആണ്, ഫ്ലൂറോസിസ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ? എന്താണ് പാരിസ്ഥിതിക തകർച്ച? നോട്ടിലത് ഹെഡിങ്ങിലോട്ട് നോക്കി പഠിക്കുക. 2, ഡിഫൈൻ എൻവയോൺമെൻറ്റൽ ഹെൽത്ത്. പരിസ്ഥിതി ആരോഗ്യം നിർവചിക്കുക എന്നാണ്. എന്താണ് പരിസ്ഥിതി ആരോഗ്യം എന്ന ആൻസർ കൊടുക്കാനാണ്. ആൻസർ ജനങ്ങളും അവരുടെ പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പൊതുജനാരോഗ്യത്തിൻ്റെ ശാഖയാണ് പരിസ്ഥിതി ആരോഗ്യം. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഹസാർഡ്സ്? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അതിൻ്റെ ആൻസർ നോട്ടിലുണ്ട്, നോട്ട് നോക്കി പഠിക്കുക. 2, ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. പാരിസ്ഥിതിക തകർച്ച മനുഷ്യരുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വിവരിക്കാനാണ്. അതും നമ്മുടെ നോട്ടിൽ തന്നിട്ടുണ്ട്, നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ വാട്ട് ആർ ദ എൻവയോൺമെൻറ്റൽ ഡിസീസസ്, ഗിവ് എക്സാമ്പിൾസ്. എന്താണ് പാരിസ്ഥിതിക രോഗങ്ങൾ, ഉദാഹരണങ്ങൾ നൽകുക എന്നാണ്. അത് ഉദാഹരണ സഹിതം നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 4മത്തത്, വാട്ട് ഈസ് അലർജി, വാട്ട് ആർ ദ റീസൺസ് ഫോർ അലർജി. എന്താണ് അലർജി, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം, അലർജിക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അതും നോട്ടിൽ ആൻസർ തന്നിട്ടുണ്ട്, നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. ഇനി 5മത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് അക്യൂട്ട് സിലിക്കോസിസ് ആൻഡ് ആക്സിലറേറ്റ് സിലിക്കോസിസ്. അക്യൂട്ട് സിലിക്കോസിസും ആക്സലറേറ്റ് സിലിക്കോസിസും വേർതിരിക്കുക എന്നാണ്. അത് രണ്ടും എന്താണെന്ന് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഹെഡിങ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ് അല്ല, അത് ആ വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് അതേപോലെ പഠിക്കുക. ഇനി അതിൽ നിന്ന് വരുന്ന ഒരു essay ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഒക്യുപ്പേഷണൽ ഡിസീസസ് വിത്ത് എക്സാമ്പിൾസ്. തൊഴിൽപരമായ രോഗങ്ങൾ ഉദാഹരണ സഹിതം വിശദമാക്കുക. തന്നിട്ടുണ്ടല്ലോ നോട്ടിൽ, നോക്കിയിട്ട് പഠിക്കുക. ഇനി 2മത്തെ യൂണിറ്റാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ വാട്ടർ ബോൺ ഡിസീസ്? ഏറ്റവും സാധാരണമായ ജലജന്യ രോഗം ഏതാണ്? ആൻസർ ഡയേറിയ അല്ലെങ്കിൽ അതിസാരം. 2മത്തത്, നെയിം ദ വൈറസ് വിച്ച് കോസ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പേര് പറയുക എന്നാണ്. ആൻസർ വാരിസെല്ല സോസ്റ്റർ വൈറസ്, വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ്. വാരിസെല്ല സോസ്റ്റർ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാൻ എഴുതല്ലോ, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. 3മത്തത്, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ
പാരാമിക്സോ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ്? ആൻസർ അഞ്ചാം പനി മുണ്ടിനീരുമാണ്. അഞ്ചാം പനി അഥവാ മുണ്ടിനീര്. ഇനി നാലാമത്തത്, ഇൻസെക്ട്സ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ആർ കോൾഡ്. രോഗങ്ങൾ പകരാൻ കാരണമായ പ്രാണികളെ വിളിക്കുന്ന പേര്. രോഗാണുവാഹി, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ വെക്റ്റർ എന്നാണ് കേട്ടോ. വെക്റ്റർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞില്ലേ, വെക്റ്റർ. അഞ്ചാമത്തത്, എക്സ്ട്രീംലി സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസ് ഓർ വെരി സ്മോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സസ്പെൻഡഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കോമൺലി റെഫേർഡ് ടു ആസ് ഡാഷ്. വളരെ ചെറിയ ഖരകണങ്ങൾ അല്ലെങ്കിൽ വളരെ ചെറിയ ദ്രാവക തുള്ളികൾ അന്തരീക്ഷത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവയെ സാധാരണയായി വിളിക്കുന്ന പേര് എന്താണെന്നാണ്. എന്ത് പേരിലാണ്? പേര് ഡാഷ് ആണെന്നാണ് ചോദ്യം. ആൻസർ എയറോസോൾസ് അല്ലെങ്കിൽ എയറോസോളുകൾ. 6, ഡിസീസസ് ദാറ്റ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ എ കമ്മ്യൂണിറ്റി യൂഷ്വലി അറ്റ് എ ലോ മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആർ ക്ലാസിഫൈഡ് ആസ് ഹാവിങ് വിച്ച് പാറ്റേൺ. ഒരു സമൂഹത്തിൽ എല്ലായ്പ്പോഴും കാണപ്പെടുന്ന സാധാരണഗതിയിൽ കുറഞ്ഞതോ കൂടുതലോ കുറവോ സ്ഥിരതയുള്ളതോ ആയ രോഗങ്ങളെ ഏത് പാറ്റേണിലുള്ളതായിട്ട് തരംതിരിക്കുന്നു എന്നാണ്. ആൻസർ എപ്പിഡമിക്കാണ്. സാംക്രമിക രോഗം, എപ്പിഡമിക് ഡിസീസ് എന്ന് പറയും കേട്ടോ. ഏഴാമത്തത്, ഡിസീസസ് ദാറ്റ് ആർ ഡ്യൂ മോസ്റ്റ്ലി ടു എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ആൻഡ് പൊല്യൂഷൻ ദാറ്റ് റിസൾട്ട് ഫ്രം മോഡേണൈസേഷൻ ഇൻ തേർഡ് വേൾഡ് നാഷൻസ് ആർ റെഫേർഡ് ടു ആസ് ഡാഷ്. പാരിസ്ഥിതിക മാറ്റങ്ങൾ, വർദ്ധിച്ച ജനസാന്ദ്രത, മൂന്നാം ലോക രാജ്യങ്ങളിലെ ആധുനികവൽക്കരണത്തിൻ്റെ ഫലമായുണ്ടാകുന്ന മലിനീകരണം എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ വിളിക്കുന്നത് ഡാഷ് എന്നാണ്. എന്ത് പേരിലാണ് വിളിക്കുന്നതെന്നാണ്. ആൻസർ ഡിസീസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ രോഗങ്ങൾ. ഡിസീസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ രോഗങ്ങൾ എന്നാണ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അതിൻ്റെ കേട്ടോ. വാട്ട് ഈസ് എപ്പിഡമിയോളജി? എന്താണ് എപ്പിഡമിയോളജി? എപ്പിഡമിയോളജി എന്താണെന്ന് നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തത്, വാട്ട് ഡു യു മീൻ ബൈ എപ്പിഡമിയോളജിക്കൽ ട്രയാഡ്? എന്താണ് എപ്പിഡമിയോളജിക്കൽ ട്രയാഡ്? അത് നോട്ടിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടത് തന്നിട്ടുണ്ട് കേട്ടോ, നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ മൂന്നാമത്തെ, ഡിഫൈൻ വെക്റ്റേഴ്സ് ആൻഡ് വെക്റ്റർ ബോൺ ഡിസീസസ്. രോഗാണു പരത്തുന്ന രോഗങ്ങളും രോഗാണുവാഹികളും നിർവചിക്കുക എന്നാണ്. നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വാട്ടർ റിലേറ്റഡ് ഡിസീസസ് ആൻഡ് ദെയർ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ്. ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും അവയുടെ പൊതുജനാരോഗ്യ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നാണ്. നോട്ടിലുണ്ട് കേട്ടോ, നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. 2, ഡിസ്ക്രൈബ് ദ കാറ്റഗറീസ് ഓഫ് വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ വിഭാഗങ്ങൾ വിവരിക്കാനാണ്. അതും അങ്ങനെ തന്നെ ഹെഡിങ്ങിൽ നോട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. മൂന്നാമത്തത്, വിത്ത് എക്സാമ്പിൾസ് ഡിസ്ക്രൈബ് എയർബോൺ ഡിസീസസ്. ഉദാഹരണത്തിലൂടെ വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ വിവരിക്കുക എന്നാണ്. ഉദാഹരണം കൊടുത്തുകൊണ്ട് വിവരിക്കാനാണ്. അതും നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി ഇതിൽ നിന്നുള്ള എസ്സേ ആണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ എൻവയോൺമെൻറ്റൽ എപ്പിഡമിയോളജി. പാരിസ്ഥിതിക എപ്പിഡമിയോളജിയെക്കുറിച്ചൊരു ഉപന്യാസം എഴുതുക. നോട്ടിൽ വന്നിട്ടുണ്ട്, നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. ഇനി ഇതിൽ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അത് ഒബ്ജക്റ്റീവ് പറയാം. 1 വേർഡ്. 1, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്? ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973. ഇപ്പോൾ ഈ കഴിഞ്ഞ EVS എക്സാം ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഈ 2022 അഡ്മിഷൻകാർക്ക് അവർക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ സ്റ്റാർട്ട്? നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ച വർഷം 1985. 3, നെയിം ദ ലീഡർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ നേതാവ് ആരെന്നാണ്? മേധാ പട്കറാണ്. 3, നെയിം 2 ലീഡേഴ്സ് ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ 2 നേതാക്കളുടെ പേര് പറയാനാണ്. നേതാക്കൾ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ചാന്തി പ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹുഗുണയുമാണ്. 5, വാട്ട് വാസ് ദ എയിം ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ഹിമാലയൻ താഴ്വരയിലെ വനങ്ങൾ സംരക്ഷിക്കുക. 6, വാട്ട് വാസ് ദ എയിം ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ആൻസർ വികസന പദ്ധതികളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നദിക്ക് കുറുകെയുള്ള അണക്കെട്ടുകളുടെ പിന്നിലെ യുക്തി ചോദ്യം ചെയ്യുക. അത് നിർമ്മിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ കുറിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ്. 7, നെയിം ദ അവാർഡ് ഗിവൺ ടു ചിപ്കോ മൂവ്മെൻറ്റ് ഫോർ ഇറ്റ്സ് ഇക്കോളജിക്കലി സൗണ്ട് യൂസ് ഓഫ് ഇന്ത്യാസ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങളുടെ പാരിസ്ഥിതികമായി മികച്ച ഉപയോഗത്തിന് ചിപ്കോ പ്രസ്ഥാനത്തിന് നൽകിയ അവാർഡിൻ്റെ പേര് എന്താണെന്ന്. ആൻസർ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്, ശരിയായ ഉപജീവന അവാർഡ്. 8, നെയിം ദ ലേബർ കോഓപ്പറേറ്റീവ് സ്റ്റാർട്ടഡ് ബൈ
ചാന്ദി പ്രസാദ് ഭട്ട്. ചാന്ദി പ്രസാദ് ഭട്ട് ആരംഭിച്ച തൊഴിൽ സഹകരണത്തിൻ്റെ പേരെന്താണെന്നാണ് ആൻസർ. ദശോളി ഗ്രാം സ്വരാജ്യ സംഘ്. ദശോളി ഗ്രാമ സ്വരാജ്യ സംഘം എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ ഫേമസ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്. പ്രസിദ്ധമായ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തുക എന്നാണ് ആൻസർ. ഹരിത പ്രസ്ഥാനം, സംരക്ഷണ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം, നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ചിപ്കോ കംസ് ഫ്രം ദ വേർഡ് ഡാഷ്. ഏത് പദത്തിൽ നിന്നാണ് ചിപ്കോ എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് ആൻസർ. ആലിംഗനം എന്ന അർത്ഥം വരുന്ന എംബ്രേസ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്ന്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ ഗ്രീൻ മൂവ്മെൻറ്റ്? ഹരിത പ്രസ്ഥാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് ഈ പരിസ്ഥിതി പ്രസ്ഥാനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ. അപ്പോൾ നോട്ടിലുണ്ട്, നോക്കിയിട്ട് എഴുതാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചൊരു ലഘുകുറിപ്പ് എഴുതുക എന്നാണ് ആൻസർ. നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 2 വാട്ട് വാസ് ദ റോൾ ഓഫ് വുമൺ ഇൻ ചിപ്കോ മൂവ്മെൻറ്റ്? ചിപ്കോ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു? നോട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ വരുന്നത്. അവിടുന്ന് അപ്പോൾ ആദ്യം ചിപ്കോ പ്രസ്ഥാനം എന്താണെന്ന് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തെഴുതുക. കാരണം ആദ്യം നമ്മളോട് ചോദിച്ചത് അതല്ലേ, അതുകൊണ്ട്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ചൊരു ലഘുകുറിപ്പ് എഴുതുക. അത് അതേ ഹെഡിങ്ങിൽ നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഇനി എക്സ്പ്ലെയിൻ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വിത്ത് എക്സാമ്പിൾസ്. ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണ്. ഇത്രയാണ് 3ാമത്തെ യൂണിറ്റ് വരുന്നത്. ഇനി 4ാമത്തെ യൂണിറ്റ് എന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വെൻ ഡിഡ് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്റ്റാർട്ട്? എന്നാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചത്? ആൻസർ 2014 ഒക്ടോബർ 2-ന്. 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഇൻസ്പിരേഷൻ ബിഹൈൻഡ് സ്വച്ഛ് ഭാരത് അഭിയാൻ? സ്വച്ഛ് ഭാരത് അഭിയാനിന് പിന്നിൽ പ്രചോദനമായത് ആരാണെന്നാണ് ആൻസർ. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണത് രൂപീകരിച്ചത്. 3 വിച്ച് മിനിസ്ട്രി സ്റ്റാർട്ടഡ് സ്വച്ഛ് ഭാരത് അഭിയാൻ? ഏത് മന്ത്രാലയമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചത്? ആൻസർ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭവന നഗരകാര്യ മന്ത്രാലയം. 4 വെൻ ഡിഡ് ഹരിത കേരള മിഷൻ സ്റ്റാർട്ട്? എന്നാണ് ഹരിത കേരള മിഷൻ ആരംഭിച്ചത്? 2016 നവംബർ 10-ന്. 5 വെൻ വാസ് എക്കോ ക്ലബ്ബ് സ്റ്റാർട്ടഡ്? എന്നാണ് എക്കോ ക്ലബ്ബ് ആരംഭിച്ചത്? 2001-ൽ. 6 വാട്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ഹരിത കേരള മിഷൻ? ഹരിത കേരള മിഷൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്നാണ് ആൻസർ. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്തായിരുന്നു. 7 സ്വച്ഛ് ഭാരത് അഭിയാൻ വാസ് ലോഞ്ച്ഡ് ഓൺ ദ ഒക്കേഷൻ ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് എ ഫേമസ് ഇന്ത്യൻ ലീഡർ. ഹു വാസ് ഇറ്റ്? പ്രശസ്തനായൊരു ഇന്ത്യൻ നേതാവിൻ്റെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചത്. ആരായിരുന്നു അദ്ദേഹം? ആൻസർ. മഹാത്മാഗാന്ധി. 8 വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ODF? ODF എന്നതിൻ്റെ പൂർണ്ണരൂപം എഴുതാനാണ് ആൻസർ. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ. തുറസ്സായ സ്ഥലത്തുള്ള മലമൂത്ര വിസർജനം എന്നാണ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. പരിസ്ഥിതി സംരക്ഷണം നിർവചിക്കുക. നോട്ടിൽ തന്നിട്ടുണ്ട്. 2 റൈറ്റ് അബൌട്ട് സം മൂവ്സ് ഫോർ ദ കോസസ് ഓഫ് ബിൽഡിംഗ് ഗ്രീൻ ആൻഡ് ക്ലീൻ കേരള. ഹരിതവും വൃത്തിയുള്ളതുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചില നീക്കങ്ങളെക്കുറിച്ച് എഴുതുക. അതും ആൻസർ നോട്ടിൽ തന്നിട്ടുണ്ട്, നോട്ടിൽ നോക്കി പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് നോട്ടിൽ തന്നിട്ടുണ്ട്. ഹെഡിങ് അതായിരിക്കില്ല, പക്ഷേ സ്വച്ഛ് ഭാരത് അഭിയാനെക്കുറിച്ച് വിശദമായിട്ട് നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് പഠിച്ച് എഴുതാം. 2ാമത്തെ മിഷൻ ഹരിത കേരള എയിംസ് ടു പ്രൊമോട്ട് എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എക്സ്പ്ലെയിൻ. പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ഹരിത കേരള മിഷൻ ലക്ഷ്യമിടുന്നത്. വിശദീകരിക്കുക. നോട്ടിലുണ്ട്. ഹരിത കേരള മിഷനെ കുറിച്ച് വിശദീകരിക്കാനാണ് ചോദിക്കുന്നത്. ചോദ്യം എന്തായിക്കോട്ടെ, ഹരിത കേരള മിഷനെ കുറിച്ച് വിശദീകരിക്കാനാണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ. ഇനി 3ാമത്തത്. വാട്ട് ആർ ദ റോൾസ് ഓഫ് എക്കോ ക്ലബ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇക്കോ ക്ലബ്ബുകളുടെ പങ്ക് എന്താണ്? അത് നോട്ടിലുണ്ട്. എക്കോ ക്ലബ്ബിൽ മുഴുവൻ വിവരിക്കുന്നത് തന്നെയാണ്, അതന്നെ നോക്കിയിട്ട് അങ്ങനെ എഴുതുക. 4ാമത്തെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാച്ചുറൽ ക്ലബ്ബ്. നാച്ചുറൽ ക്ലബിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതി ക്ലബിനെ കുറിച്ചൊരു ലഘുകുറിപ്പ് എഴുതുക എന്നാണ്. അതും നമ്മുടെ നോട്ടിൽ അതേ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ എക്കോ ക്ലബ് നാച്ചുറൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിച്ച് എഴുതുക. ഇനി അതിൽ നിന്നുള്ളൊരു എസ്സേ ആണ്.
റൈറ്റ് ആൻ എസ്സേ ഓൺ വേരിയസ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസ്. വിവിധ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു ഉപന്യാസം എഴുതുക എന്ന് നോട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാതും കൂടി ചേർത്ത് എഴുതണം, അപ്പോഴാണ് എസ്സേ ആവുക. ഇനി 5ാമത്തെ യൂണിറ്റ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് പ്ലേയിങ് എ മേജർ റോൾ ഇൻ ഡിക്ലൈനിങ് പെർ ക്യാപിറ്റ അഗ്രികൾച്ചറൽ ലാൻഡ്, ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. ആളോഹരി കൃഷിഭൂമി, വനം, ജലസ്രോതസ്സുകൾ എന്നിവ കുറയുന്നതിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? ആൻസർ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച. 2, വിച്ച് വൺ ഓഫ് ദ എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സ് ഈസ് ബാഡ്ലി അഫക്റ്റഡ് ബൈ ദ എക്സ്പൊണൻ്റൽ റൈസ് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഇൻഡസ്ട്രീസ്. വാഹനങ്ങളുടെയും വ്യവസായങ്ങളുടെയും എണ്ണത്തിലുള്ള ക്രമാതീതമായ വർധനവ് മൂലം പാരിസ്ഥിതിക വിഭാഗങ്ങളിലെ മോശമായി ബാധിക്കുന്ന ഒന്ന് എന്താണ്? ആൻസർ വായുവിൻ്റെ നിലവാരം. വായുവിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ ഗുണനിലവാരം. അതാണ് അതിൻ്റെ ശരിയായ ആൻസർ കേട്ടോ. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ഡ്യൂ ടു ഓവർ പോപ്പുലേഷൻ. ജനസംഖ്യാ വർധനവ് മൂലം തുടർച്ചയായി വികസിക്കുന്ന ഡിമാൻഡും വിതരണവും തമ്മിലുള്ള അസമത്വവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്തായിരുന്നു? ആൻസർ ഉയർന്ന ജീവിക്കാൻ ചെലവ് കൂടും എന്നത്. 4, വാട്ട് ഈസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് എത്രയാണ് എന്ന്? ആൻസർ പ്രതിവർഷം 1.8%, വർഷം തോറും 1.8%. 5, വാട്ട് ഈസ് ദ മേജർ റീസൺ ബിഹൈൻഡ് ദ പോവർട്ടി. ദാരിദ്ര്യത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണ്? ആൻസർ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ. 6ാമത്തത്, വിച്ച് വൺ ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് ലെസ് ഡെവലപ്ഡ് റീജിയൻസ് ആൻഡ് ഈസ് ഹാവിംഗ് ഹൈ കോറിലേഷൻ പോവർട്ടി ലെവൽസ്. സാധാരണഗതിയിൽ വികസിത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഉയർന്ന ദാരിദ്ര്യ നിലവാരമുള്ളതും ഏതാണ്? ആൻസർ ക്ഷാമം. 7, ഹൗ മച്ച് ക്വാണ്ടം ഓഫ് വേൾഡ്സ് വാട്ടർ ഈസ് ഫ്രഷ് ആൻഡ് അക്സസിബിൾ. ലോകത്തിലെ ജലത്തിൻ്റെ എത്ര അളവ് ശുദ്ധവും പ്രാപ്യവുമാണ്, നമുക്ക് ലഭ്യമായതുമാണ്? ആൻസർ 1% മാത്രം. 8, വാട്ട് ഈസ് ദ ഗ്രോത്ത് ഓഫ് ദ പോപ്പുലേഷൻ എക്സ്പെക്റ്റഡ് ഇൻ ദ കമ്മിങ് 100 years. വരുന്ന 100 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന ജനസംഖ്യാ വളർച്ച എന്താണ് എന്നാണ്? ആൻസർ നിലവിലുള്ളതിൻ്റെ 4 ഇരട്ടി എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യാ വളർച്ച നിർവചിക്കുക. നോട്ടിലുണ്ട് ആൻസർ. 2, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അതും നമ്മൾ അതേ ഹെഡിങ്ങിൽ നോട്ടിൽ തന്നിട്ടുണ്ട്. നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദ ഇഫക്ട്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യാ വളർച്ചയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്തുക. നോട്ടിൽ തന്നിട്ടുണ്ട്. പിന്നെ 2ാമത്തത്, വാട്ട് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഡിസ്കസ് ഇറ്റ്സ് കോൺസിക്വൻസസ്. എന്താണ് ജനസംഖ്യാ വിസ്ഫോടനം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുക. അതും നോട്ടിലുണ്ട് കേട്ടോ. ഇനി അതിൽ വരുന്ന എസ്സേ, ഡ്രോ എ റിലേഷൻ ബിറ്റ്വീൻ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ജനസംഖ്യാ വളർച്ചയും പരിസ്ഥിതിയുടെ തകർച്ചയും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുക. അതായത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, അതൊന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കണം. അതാണ് എസ്സേ. അതിൽ ആൻസർ വരുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന ഹെഡിങ്ങിൽ വരുന്നത് എഴുതണം. അതുപോലെ മേജർ ഇഷ്യൂസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എഴുതണം. പിന്നെ ഫാക്ട്സ് ഇഫക്റ്റ് ഓഫ് ഓവർ പോപ്പുലേഷൻ, അമിത ജനസംഖ്യയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. പിന്നെ ജനസംഖ്യയുടെ മാരകമായ ഫലങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ട് അത് എഴുതണം. പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനവും കൂടി ചേർത്ത് എഴുതിയാൽ എസ്സേൻ്റെ ആൻസർ. അത്രയും ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ചേർത്ത് എഴുതിയാൽ എസ്സേൻ്റെ ആൻസറായി. ഇനി അതിൽ 6ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ് നോക്കുക. ഒബ്ജക്റ്റീവ് 1, അക്കോർഡിംഗ് ടു സെൻസസ് 2011 വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ഫ്രം 2001 to 2011. 2011 സെൻസസ് പ്രകാരം 2001 മുതൽ 2011 വരെയുള്ള ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? ആൻസർ 17.72%. 2, വാട്ട് ഈസ് ദ റീസൺ ഫോർ പുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് മാൽ ന്യൂട്രീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോശം ജീവിത നിലവാരത്തിനും പോഷകാഹാരക്കുറവിനും കാരണം എന്താണ്? ആൻസർ അമിത ജനസംഖ്യ. 3ാമത്തത്, വാട്ട് ഈസ് ദ നീഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആൻസർ നിലവിലുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. 4ാമത്തത്, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ആസ് പെർ 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ്? ആൻസർ ഉത്തർപ്രദേശ്. 5, എ ഫിനോമിനൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ എ സ്പീഷീസ് പോപ്പുലേഷൻ ബിക്കംസ് ലാർജർ ദാൻ ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് ഡാഷ്.
ഒരു സ്പീഷീസിൻ്റെ ജനസംഖ്യ അതിൻ്റെ പരിസ്ഥിതിയുടെ വഹിക്കാനുള്ള ശേഷിയേക്കാൾ വലുതാകുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. ആൻസർ അമിത ജനസംഖ്യ. 6. വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി? ജനസംഖ്യയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് എന്താണ് ഉത്തരവാദി? ആൻസർ ജനനം, നട്ടാലിറ്റി. 7. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ വളർച്ചയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. 8. ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡാഷ്? സുസ്ഥിര വികസനം എന്ന ആശയം വിവരിച്ചത് ഡാഷാണ്. ആരാണെന്നാണ്. അത് ഒരാളല്ല, ഒരു റിപ്പോർട്ടാണ്. ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് എന്നാണ് പറയുക കേട്ടോ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വിച്ച് ആർ ദ 4 ഡയമെൻഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിൻ്റെ 4 മാനങ്ങൾ ഏതെല്ലാം? നോട്ടിലുണ്ട്, നോക്കി പഠിക്കുക. 2. ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സുസ്ഥിര വികസനം എന്ന് നിർവചിക്കുക എന്നാണ്. ആൻസർ നോട്ടിലുണ്ട്. 3. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? അത് ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ തന്നിട്ടുണ്ട്. 4. വാട്ട് ആർ ഗ്രീൻ സ്പേസസ്? എന്താണ് ഹരിത ഇടങ്ങൾ? അതും നോട്ടിലുണ്ട്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിൻ്റെ തത്വങ്ങൾ എന്തെല്ലാമാണെന്നാണ്. നോട്ടിൽ അത് ഹെഡിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിന് ഉദാഹരണങ്ങൾ നൽകുക. അതും അതേ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കുക. ഇനി അതിൽ നിന്ന് വരുന്ന എസ്സേ, വാട്ട് ആർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്? ഹൗ മെനി SDGs എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നാണ് കേട്ടോ. ആർ ദർ എക്സാമ്പിൾസ് എന്നൊക്കെയാണ്. എക്സ്പ്ലെയിൻ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എത്ര തരം ഉണ്ട്? അത് വിശദീകരിക്കുക എന്നാണ്. SDGs മാത്രം ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ആണത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 3ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്ന പ്രധാന ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാജയപ്പെടുമെന്ന പേടി വേണ്ട. ഓക്കെ, താങ്ക്സ്.